Hello students, നമ്മുടെ ഫോർത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫോർത്ത് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് ആണ്. ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട് ഡിഫ്ലക്ഷൻ, അതായത് ടെൻസൈൽ ലോഡ് അല്ലെങ്കിൽ കംപ്രസീവ് ലോഡൊക്കെ ആക്ട് ചെയ്യുമ്പോൾ ഡിഫ്ലക്റ്റ് ചെയ്യും. ഇപ്പോൾ ബീം അല്ലെങ്കിൽ ബാർ ഡിഫ്ലക്റ്റ് ചെയ്യും. ഇവിടെ അതുപോലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബെൻഡ് ചെയ്തിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുക, അതിൻ്റെ ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക. അതിനാണ് നമ്മളിവിടെ ഡിഫ്ലക്ഷൻ ഉദ്ദേശിക്കുന്നത്. When a load is applied on a beam, it deflects. Let y be the deflection produced in the beam. അതായത് നമ്മൾ സിംപ്ലി സെപ്പറേറ്റ് ബീം എടുക്കാം. ഏത് ബീം ആയാലും അതിനകത്ത് നമ്മളൊരു പോയിന്റിലൂടെ ആക്ട് ചെയ്യുമ്പോൾ ആ ലോഡ് വരുന്നിടത്ത് ബെൻഡിങ് നടക്കും. ബെൻഡ് ചെയ്ത ബീം താഴേക്ക് ബെൻഡ് ചെയ്യും. അതായത് ഇപ്പോൾ വെർട്ടിക്കൽ ലോഡാണ്, ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബീം താഴേക്ക് വളയും. വളഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇനീഷ്യലി അത് സ്ട്രെയിറ്റ് ബീം ആയിരിക്കും, ഹൊറിസോണ്ടൽ ആയിരിക്കും. അപ്പം ലോഡ് ആക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് താഴേക്ക് ബെൻഡ് ചെയ്യും. ബെൻഡ് ചെയ്ത് ഒരു കർവ്ഡ് ഷേപ്പ് ആവും. അപ്പോൾ ആ ഇനീഷ്യൽ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ആ കർവ്ഡ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ്, അതിനാണ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, ഡിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനാണ്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഇപ്പം ഇവിടെ പി ക്യു എന്ന് പറഞ്ഞൊരു ബീം, അപ്പോൾ ഇനീഷ്യലി അത് സ്ട്രെയിറ്റ് ബീം ആയിരുന്നു, സിംപ്ലി സപ്പോർട്ടഡ് ബീം. അവിടെ സപ്പോർട്ട് കാണിച്ചിട്ടില്ല. എൻ്റെ സപ്പോർട്ട് പിയിലും ക്യൂവിലും സപ്പോർട്ട് ഉണ്ട്. ഇനി ഇനീഷ്യലി പി ക്യു ആയിരുന്നു ബീം എന്ന് പറയുന്നത്. ഒരു സെൻറ്ററിൽ ഒരു ലോഡ് ഡബ്ല്യു ആക്ട് ചെയ്തു. ആക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വെയിറ്റ് കാരണം കൊണ്ട് ആ ബീം താഴേക്ക് വളഞ്ഞ് ഈ ഷേപ്പ് ആവും. കണ്ട, പി ക്യു എന്നുള്ളൊരു ആർക്കായിട്ട് മാറും. ആർക്ക് വിത്ത് സെൻറ്റർ ഓഫ് കർവേച്ചർ പോയിന്റ് ഓയിൽ. അപ്പോൾ ഈ അത് ഈ ബീം ബെൻഡ് ചെയ്ത് വളഞ്ഞു ഈ ലോഡ് കാരണം. കണ്ട, വളഞ്ഞ് ഈ ഷേപ്പ് ആയിട്ടുണ്ട്, ആർക്ക് ഷേപ്പ് ആയിട്ടുണ്ട്. ഈ ആർക്ക് വിത്ത് സെൻറ്റർ ഓഫ് കർവേച്ചർ അറ്റ് പോയിന്റ് ഒ ആൻഡ് റേഡിയസ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ. ഇപ്പം നമ്മൾ ഇതായിരുന്നു ഇനീഷ്യൽ പൊസിഷൻ. അവിടുന്ന് അത് ബെൻഡ് ചെയ്ത് ഇങ്ങോട്ടെത്തി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതായത് വൈ ഡിസ്റ്റൻസ്, വൈ ആണ് അതിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, ആ ബീമിൻ്റെ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കേസുകളാണ് പിന്നീട് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ് ഒക്കെ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഡിഫ്ലക്ഷൻ്റെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. എന്നിട്ട് അത് വെച്ചിട്ട് വേണം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ വൈ ആണ് ഡിഫ്ലക്ഷൻ. ഇപ്പോൾ ലോഡ് ആക്ട് ചെയ്യുന്നത് സെൻറ്ററിലാണ്, വേറെ എങ്കിലും ലോഡ് ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത് സെൻറ്ററിലായിരിക്കും, അത് ഈ ലോഡിൻ്റെ അടിയിലായിരിക്കും വരുന്നത്. പിന്നെ ഇതൊക്കെ ഡിഫ്ലക്ഷൻ ആണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതോറും എൻഡ് ക്യൂവിലേക്കോ അല്ലെങ്കിൽ ഇവിടുന്ന് എൻഡ് പിയിലേക്ക് പോകുന്നതോറും ഡിഫ്ലക്ഷൻ കുറഞ്ഞു വന്നിട്ട് സപ്പോർട്ടിൽ ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും, പിയിലും ക്യൂവിലും ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡെറിവേഷനിലേക്ക് പോവാം. കൺസിഡർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം പി ക്യൂ. പി ക്യൂ എന്നുള്ളൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം കൺസിഡർ ചെയ്യാം, ക്യാരിയിങ് എ പോയിന്റ് ലോഡ് ഡബ്ല്യു അറ്റ് ദ സെൻറ്റർ. ദെൻ അപ്പോൾ ഒരു പോയിന്റ് ലോഡ് ഡബ്ല്യു ഈ ബീം പി ക്യൂവിൻ്റെ സെൻറ്ററിൽ ആക്ട് ചെയ്യുന്നുണ്ട്, വെർട്ടിക്കലായിട്ട് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ദ ബീം ഈസ് ബെൻറ്റ് ഇൻ ടു ആൻ ആർക്ക് ഓഫ് സെൻറ്റർ ഓഫ് കർവേച്ചർ ഒ. ബീം ബെൻഡ് ചെയ്തു, ഒരു ആർക്കിൻ്റെ ഷേപ്പിലേക്ക് ബെൻഡ് ചെയ്തു വിത്ത് സെൻറ്റർ ഓഫ് കർവേച്ചർ ഒ ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ ആർ. അപ്പോൾ കൺസിഡർ എ സെഗ്മെന്റ് എ ബി ഓഫ് ദ ബീം. അപ്പോൾ ഈ ബീമിൻ്റെ ഈ ബീം ബെൻഡ് ചെയ്ത ആർക്കായില്ലേ, ഇനി ഈ ആർക്കിൻ്റെ ഒരു സെഗ്മെന്റ് മാത്രം കൺസിഡർ ചെയ്യാം. എ ബി എന്നുള്ളൊരു ചെറിയ സെഗ്മെന്റ് മാത്രം കൺസിഡർ ചെയ്യാം. കൺസിഡർ എ സെഗ്മെന്റ് എ ബി ഓഫ് ദ ബീം ഓഫ് ലെങ്ത് ഡി എസ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡി എസ്. എ ബി, ഈ സെഗ്മെന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എ ബി, ഇറ്റ് ഈസ് ഈക്വൽ ടു ഡി എസ്. ആ ലെങ്ത് ഡി എസ് സബ്ടെൻസ് ആൻ ആംഗിൾ ഡി തീറ്റ. അപ്പോൾ ഈ സെഗ്മെന്റ് എ ബി സെൻറ്റർ ഓഫ് കർവേച്ചറിൽ സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ, അതായത് ഈ ആംഗിൾ എന്ന് പറയുന്നത് ഡി തീറ്റ. Then now this segment is shown in figure B. അപ്പോൾ സെക്കൻഡ് ഫിഗർ ഇതാണ്. അപ്പോൾ ആ സെഗ്മെന്റ് മാത്രം നമ്മൾ എടുത്തേക്കാണ്. അപ്പോൾ ആ ഒരു ആർക്ക് ഇവിടെ വരച്ചിട്ട് ആ ആർക്കിലെ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത സെഗ്മെന്റ് എ ബി ഇവിടെ വരച്ചു, എന്നിട്ട് ഇവിടെ സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്തു. അപ്പോൾ ആംഗിൾ ഡി തീറ്റ മാർക്ക് ചെയ്തു.
നൗ ടാൻജന്റ് അറ്റ് എ. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിപ്പോൾ ഒരു കർവ് ആണല്ലോ, അപ്പോൾ പോയിന്റ് എ കൂടെ ഒരു ടാൻജന്റ് വരയ്ക്കാം. അപ്പോൾ പോയിന്റ് എ കൂടെ ഈ കർവിന് ഒരു ടാൻജന്റ് വരയ്ക്കുക. ആ ടാൻജന്റ് നമുക്ക് എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്നത് തീറ്റ ഡിഗ്രിയിലായിരിക്കും. അതുപോലെ തന്നെ ഡ്രോ എ ടാൻജന്റ് അറ്റ് ബി. അപ്പോൾ ഈ കർവിൽ പോയിന്റ് ബിയിൽ ഈ കർവിന് ഒരു ടാൻജന്റ് വരയ്ക്കുക. ആ ടാൻജന്റ് എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് തീറ്റ പ്ലസ് ഡി തീറ്റ. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഡ്രോ എ സി ആൻഡ് ബി സി. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കണ്ടെടുക്കുക, അതിൻ്റെ എ സി ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു എ സി വരയ്ക്കുക. ദെൻ സിയും ബിയും ജോയിൻ ചെയ്തിട്ട് വെർട്ടിക്കൽ ലൈൻ ബി സി വരയ്ക്കാം. ഇപ്പം നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി എ ബി സി. ഇനി എ സി ഈക്വൽ ടു ഡി എക്സ്. ഈ എ സി എന്ന് പറയുന്ന ലെങ്ത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഡി എക്സ് ആൻഡ് ബി സി ഈക്വൽ ടു ഡി വൈ. ദെൻ വി നോ ദാറ്റ് എ ബി ഈസ് ഈക്വൽ ടു ഡി എസ്. എ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഡി എസ് ആണ്. ഡി എസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു ആർക്കാണ്, ചെറിയ പോർഷൻ അല്ലേ, ഒരു ആർക്കിൻ്റെ ചെറിയ പോർഷനെ കൺസിഡർ ചെയ്തേക്കുന്നത് നമ്മൾ. അപ്പോൾ ഈ ആർക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് ഈ ആർക്കിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ആർക്കിൻ്റെ ആംഗിൾ അറിയാം, പിന്നെ റേഡിയസ് അറിയാം. അപ്പോൾ ഡി എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആർ ഡി തീറ്റ. ദെൻ എ ബി ഈസ് ഈക്വൽ ടു ഡി എസ് ഈസ് ഈക്വൽ ടു ആർ ഡി തീറ്റ. ഇനി സ്ലോപ്പ് അറ്റ് എ എന്ന് പറയുന്നത് പോയിന്റ് എയിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. അതായത് ഇവിടുത്തെ സ്ലോപ്പ് അറ്റ് എ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. സപ്പോസ് ഈ ആംഗിളാണ്, ഈ ആംഗിൾ തീറ്റയാണ്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും, ഈ ആംഗിൾ തീറ്റ തന്നെയായിരിക്കും. കണ്ടോ, ഈ ആംഗിളും സെയിം ആയിരിക്കും, തീറ്റ തന്നെയായിരിക്കും. അപ്പോൾ എയിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ തീറ്റ ആയിരിക്കും. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഇതിപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അതായത് ഇവിടെ ആർക്കാണെങ്കിലും ആർക്കിൻ്റെ നമ്മൾ ചെറിയൊരു ലെങ്ത്താണ്, എലമെൻ്റൽ ലെങ്ത്താണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി അത് സ്ട്രൈറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം, എ ബി സി റൈറ്റ് ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് അറ്റ് എ എന്ന് പറയുന്നത് ടാൻ തീറ്റ ആയിരിക്കും. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ് ഇസ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ്. സിൻസ് തീറ്റ ഈസ് വെരി സ്മോൾ, തീറ്റ സ്മോൾ ആയതുകൊണ്ട്, വെരി സ്മോൾ വാല്യൂ ആയതുകൊണ്ട് വി ക്യാൻ assume that tan theta approximately equal to theta. Therefore theta is equal to dy by dx. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഇക്വേഷനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി തീറ്റ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി വി നോ ദാറ്റ് ഡി എസ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ, ആർ ഇൻറ്റു ഡി തീറ്റ. അത് നമുക്ക് നേരത്തെ കിട്ടിയാണ് ഡി എസ്. ഡി എസ് എന്ന് പറയുന്ന ഈ ലെങ്ത് ഇത് ആർക്കായിട്ട് കൺസിഡർ ചെയ്താണെങ്കിൽ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഇത് ആർ ഇൻറ്റു ഡി തീറ്റ. അപ്പോൾ ഡി എസ് ഇസ് ഈക്വൽ ടു ആർ ഡി തീറ്റ. ഇനി ഇതിൽ നിന്ന് ആർ ഇസ് ഈക്വൽ ടു ഡി എസ് ബൈ ഡി തീറ്റ. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു ഡി എസ് ബൈ ഡി തീറ്റ കൊടുക്കുക. ഇനി നമുക്ക് എന്താ വെച്ചാൽ അസ്യൂം, അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാൻ പോകണം ഡി എസ് ഇസ് ഈക്വൽ ടു ഡി എക്സ്. അപ്പം ഡി എസ് ഇസ് ഈക്വൽ ടു ഡി എക്സ് എന്നായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാൻ പോകണം. അങ്ങനെയാണെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു ഡി എസ് ബൈ ഡി തീറ്റ ഇറ്റ്സ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി തീറ്റ. അസ്യൂം ഡി എസ് ഇസ് ഈക്വൽ ടു ഡി എക്സ് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് ഇങ്ങനെ കിട്ടിയത്. ഓർ 1 ബൈ ആർ ഇസ് ഈക്വൽ ടു അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, 1 ബൈ ആർ ഇസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി എക്സ്. ഇനി ഇത് ഇക്വേഷൻ 3. ഇനി രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്ത് നോക്കുക, ഇക്വേഷൻ 2 ആൻഡ് 3 കമ്പയർ ചെയ്ത് നോക്കുക. കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡി തീറ്റ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇവിടെ ഡി തീറ്റ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 1 ബൈ ആർ. ദർഫോർ 1 ബൈ ആർ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇനി ബെൻഡിങ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. ബെൻഡിങ് ഇക്വേഷനിൽ എം ബൈ ഐ ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ ഇസ് ഈക്വൽ ടു ഇ ബൈ ആർ. അതിൽ ഈ രണ്ട് ടേം മാത്രം എടുക്കുക, എം ബൈ ഐ ഇസ് ഈക്വൽ ടു ഇ ബൈ ആർ. അതിൽ നിന്ന് നമുക്ക് 1 ബൈ ആർ ഇസ് ഈക്വൽ ടു എം ബൈ ഇ ഐ. 1 ബൈ ആർ ഇസ് ഈക്വൽ ടു ഇ പ്രതി കൊണ്ട് കഴിഞ്ഞാൽ എം ഡിവൈഡ് ബൈ ഇ ഐ, ഓർ എം ഡിവൈഡ് ബൈ, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 ബൈ ആർ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട്, അത് കിട്ടിയിട്ടുണ്ട്. ദെൻ ഇവിടെ ബെൻഡിങ് ഇക്വേഷനിൽ നിന്ന് 1 ബൈ ആർ ഇസ് ഈക്വൽ ടു എം ബൈ ഇ ഐ കിട്ടി. അപ്പോൾ ആ 1 ബൈ ആറിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എം ബൈ ഇ ഐ. അപ്പോൾ എം ബൈ ഇ ഐ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടും, ഇങ്ങനെ കിട്ടും. ഇതിൽ നിന്ന് ബെൻഡിങ് മൊമെന്റ് എം ഇസ് ഈക്വൽ ടു ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. Then above equation is known as the differential equation of deflection. അപ്പോൾ ഡിഫ്ലക്ഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി
ലെറ്റ് വൈ ബി ദ ഡിഫ്ലക്ഷൻ. നമ്മൾ ഡിഫ്ലക്ഷൻ കൊടുത്തിരിക്കുന്നത് ലെറ്റർ എന്ന് പറയുന്നത് വൈ ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ വൈ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ആണ്. വൈ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ആണ്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്. അതായത് നമ്മൾ സ്ലോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. നമ്മുടെ കർവ് ബെൻഡ് ചെയ്യുമ്പോൾ ഇതാണ് സ്ലോപ്പ് കണ്ടോ. അത് ഇത് ഇൻക്ലിനേഷൻ അതിനെയാണ് നമ്മൾ സ്ലോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൈ ബി ദ ഡിഫ്ലക്ഷൻ, ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നതാണ് സ്ലോപ്പ്. അതുപോലെ ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് മൊമെൻ്റ് ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എം. ഇനി ആ മുകളിൽ തന്നിരിക്കുന്ന ഇക്വേഷനെ നമുക്ക് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതായത് ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എം എന്നുള്ള ഇക്വേഷൻ ബെൻഡിങ് മൊമെൻറ്റ് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ നമുക്ക് ഇ ഐ ഇൻറ്റു ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു ഡി എം ബൈ ഡി എക്സ്. അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ ബെൻഡിങ് മൊമെൻറ്റ്, ഷിയർ ഫോഴ്സ് ആൻഡ് ലോഡ് എന്നുള്ളൊരു ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഡി എം ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡി എം ബൈ ഡി എക്സിന് പകരം എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഇ ഐ ഇൻറ്റു ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ഈക്വൽ ടു എഫ് ഷിയർ ഫോഴ്സ്. ഇനി ഈ ഇക്വേഷൻ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇ ഐ ഇൻറ്റു ഡി റേസ് ടു 4 വൈ ബൈ ഡി എക്സ് റേസ് ടു 4 ഈക്വൽ ടു ഡി എഫ് ബൈ ഡി എക്സ്. നമ്മൾ മുമ്പ് നേരത്തെ പറഞ്ഞ ഡെറിവേഷൻ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ ചെയ്തിട്ടുണ്ട്. ആ ഡെറിവേഷനിൽ ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഡി എഫ് ബൈ ഡി എക്സ് ഈക്വൽ ടു ഡബ്ല്യു എന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ട് തേർഡ് മൊഡ്യൂളിൽ. അതായത് ഡി എഫ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്, ലോഡ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇ ഐ ഇൻറ്റു ഡി റേസ് ടു 4 വൈ ബൈ ഡി എക്സ് റേസ് ടു 4 ഈക്വൽ ടു ഡബ്ല്യു ലോഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ, ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് സ്ലോപ്പ്, പിന്നെ ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റ് എം, അതുപോലെ ഇ ഐ ഇൻറ്റു ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ഈക്വൽ ടു എഫ് ഷിയർ ഫോഴ്സ്, അതുപോലെ ഇ ഐ ഇൻറ്റു ഡി റേസ് ടു 4 വൈ ബൈ ഡി എക്സ് റേസ് ടു 4 ഈക്വൽ ടു ഡബ്ല്യു. ഇനി ഒരു ബീം കൺസിഡർ ചെയ്യാം. അപ്പോൾ കൺസിഡർ എ ബീം എ ബി. ഇതാണ് ബീം എ ബി. സിംപ്ലി സപ്പോർട്ടഡ് ആണ് അറ്റ് എൻഡ്സ് എ ആൻഡ് ബി ആൻഡ് ഒരു പോയിന്റ് ലോഡ് സെൻറ്ററിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ എ ബി ആണ് സപ്പോർട്ട്, സി ആണ് സെൻറ്ററിൽ ലോഡ് ഡബ്ല്യു ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബീം താഴേക്ക് ബെൻഡ് ചെയ്യും, അത് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അത് ഡിഫ്ലക്ഷൻ, ബീമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വൈ ആണ്. അപ്പോൾ വൈ ആയിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ ആ ലോഡിൻ്റെ ഇടയിലുള്ളത്. ഇനി തീറ്റ എ ഇവിടെ കണ്ടോ, തീറ്റ എ എന്ന് പറയുന്നതാണ് സ്ലോപ്പ് അറ്റ് എ. ഇപ്പോൾ പോയിന്റ് എയിലെ സ്ലോപ്പ്, അതായത് സപ്പോർട്ട് എയിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് തീറ്റ എയും സപ്പോർട്ട് ബിയിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് തീറ്റ ബിയുമാണ്. അതുപോലെ ഡിഫ്ലക്ഷൻ, മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത് വൈ എന്ന് പറയുന്നത് ഇവിടെ പോയിന്റ് സിയിലായിരിക്കും, അതായത് ലോഡിൻ്റെ താഴെ ആയിരിക്കും മാക്സിമം ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, സ്ലോപ്പ് മാക്സിമം എന്ന് പറയുന്നത് എയിലും ബിയിലായിരിക്കും. കാരണം ഇവിടെ ലോഡ് കറക്റ്റ് സെൻറ്ററിലാണ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് രണ്ട് സ്ലോപ്പും സെയിം ആയിരിക്കും. പിന്നെ എന്ന് വെച്ചാൽ സ്ലോപ്പ് സെൻറ്ററിൽ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ 0 ആയിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ലോഡ് രണ്ട് സൈഡിലും, അതായത് എ സി ഈക്വൽ ടു ബി സി രണ്ട് പോർഷൻ ഈക്വൽ ആയതുകൊണ്ട് ഇത് ബെൻഡ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ കറക്റ്റ് രണ്ട് സൈഡിൽ ഈക്വൽ പോർഷൻ ആയിട്ടാണ് ബെൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഡിഫ്ലക്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് അസ്യൂം ചെയ്താൽ മനസ്സിലാവും, ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ ഡിഫ്ലക്റ്റ് ചെയ്യുന്ന സെൻറ്ററിലെ പോർഷനില്ലേ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന, ഇവിടെ ബീമിൻ്റെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ ബീമിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഹൊറിസോണ്ടൽ ഷേപ്പ് ആയിരിക്കും. ഇങ്ങോട്ടൊന്നും പോകണ്ട, കറക്റ്റ് ആ പോയിന്റിൽ ആ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന പോയിന്റിൽ ബീമിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതുകൊണ്ട് അവിടെ സ്ലോപ്പ് ഉണ്ടാവില്ല, സ്ലോപ്പ് 0 ആയിരിക്കും ഈ പോർഷനിൽ. പിന്നെ അങ്ങോട്ട് പോകും തോറും കണ്ട ഇൻക്ലിനേഷൻ കൂടി വരും. അപ്പോൾ അതിനനുസരിച്ച് സ്ലോപ്പ് കൂടി വരും. കാരണം ഇവിടെ വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു ഹൊറിസോണ്ടലാണ്, അതുകൊണ്ട് സ്ലോപ്പ് ഇല്ല. അപ്പോൾ സ്ലോപ്പ് 0 ആണ് അറ്റ് പോയിന്റ് സി. പിന്നെ വരുമ്പോൾ സ്ലോപ്പ് കൂടി വരും. ഇവിടെയാണ് സ്ലോപ്പ് മാക്സിമം വരുന്നത്, ഇവിടെയും എയിലും ബിയിലും.
ഇനി അതുപോലെ തന്നെ അടുത്തത് നോക്കാനുള്ളത് ഇവിടെ എയിലും ബിയിലും സ്ലോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത് ഇവിടെയാണ്. പക്ഷേ വേറൊരു കേസ് കൂടി നോക്കുക. എയിൽ ഡിഫ്ലക്ഷൻ ഇല്ല. കാരണം എന്താണ്, അവിടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ബീം അവിടെ ബെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എയിൽ ഡിഫ്ലക്ഷൻ 0 ആണ്. അപ്പോൾ y = 0 അറ്റ് എ. അതുപോലെ തന്നെ ബിയുടെ കേസിലും എൻ്റെ ബിയിലും എന്താണ് ലോഡ് വരുന്നത്, ഡിഫ്ലക്ഷൻ വരുന്നില്ല. കാരണം അവിടെ ബീം ബെൻഡ് ചെയ്യുന്നില്ല. അവിടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ബെൻഡിങ് നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും. അപ്പോൾ എയിലും ബിയിലും ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും. ഡിഫ്ലക്ഷൻ മാക്സിമം വരുന്നത് സെൻറ്ററിലായിരിക്കും. പിന്നെ സ്ലോപ്പിൻ്റെ കേസ് ആണെങ്കിൽ എയിലും ബിയിലും സ്ലോപ്പ് ഉണ്ട്, അത് രണ്ട് ഈക്വൽ ആയിരിക്കും. പിന്നെ സിയിലെ സ്ലോപ്പ് 0 ആയിരിക്കും. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കുക, അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ഈ ഒരു കേസ് ബീമിൻ്റെ സിംപ്ലി സപ്പോർട്ട് ബീം ക്യാരി പോയിന്റ് ലോഡ് അറ്റ് സെൻറ്റർ, ആ കേസ് മാത്രമേ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി പല ടൈപ്പ് ബീമുകൾ വരും. പല ടൈപ്പ് ബീമുകൾ എന്ന് വെച്ചാൽ സിംപ്ലി സപ്പോർട്ട് ബീം ക്യാരിങ് എക്സെൻട്രിക് ലോഡ്, അതായത് സെൻറ്ററിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മാറും. അപ്പോൾ എന്ന് വെച്ചാൽ മാക്സിമം ഡിഫ്ലക്ഷൻ ആ ലോഡിൻ്റെ അടിയിലായിരിക്കില്ല. സ്ലോപ്പ് ഉണ്ടാവും എയിലും ബിയിലും, പക്ഷെ രണ്ട് ഈക്വൽ ആയിരിക്കില്ല. ഇനി സിംപ്ലി സപ്പോർട്ട് ബീം ക്യാരിങ് 2 പോയിന്റ് ലോഡ്സ് എന്ന് പറയും, നമുക്ക് അങ്ങനെ വരാം. അതായത് ഒരു ലോഡ് ഇവിടെയും ഒരെണ്ണം ഇവിടെയും വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ലോഡുകൾ രണ്ടും ഡിഫറൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ലോഡ് മാറുന്നതിനനുസരിച്ച് എന്താണ് ഡിഫ്ലക്ഷൻ്റെ പൊസിഷനും മാറും, പിന്നെ എന്താണ് സ്ലോപ്പും മാറും. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീംസിൻ്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. പിന്നെ വരുന്ന കേസ് എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ട് ബീം ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുമ്പോഴും. അത് കഴിഞ്ഞ് പിന്നെ ക്യാൻഡിലിവറിൻ്റെ കേസ് നോക്കാം. അപ്പോൾ ഈ തിയറി പോർഷൻസ് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. അപ്പം ഡിഫ്ലക്ഷൻ്റെ പ്രോബ്ലംസ് നാളെ സ്റ്റാർട്ട് ചെയ്യും. ഒരു മെത്തേഡാണ്. അപ്പം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒരു മെത്തേഡാണ്, ഒറ്റ മെത്തേഡ്, പല മെത്തേഡുകളുണ്ട്. അപ്പം നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ഒറ്റ മെത്തേഡാണ്, മക്കോളെ മെത്തേഡ് എന്നാണ്. ഒരു മെത്തേഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ മെത്തേഡ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് നാളെ ചെയ്ത് നോക്കാം. നാളെ സ്റ്റാർട്ട് ചെയ്യാം.